നമസ്കാരം, ഞാൻ വേണു മഹാദേവ്. ജ്യോതിഷ കൈരളിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും എന്താ പറയുക, ഒരു കുടുംബാംഗങ്ങളെപ്പോലെ എൻ്റെ വീഡിയോകൾ കാണുകയും വളരെയധികം സപ്പോർട്ട് ചെയ്യുകയും എനിക്കൊരു എന്താ പറയുക, നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന അനുഗ്രഹവും അതെനിക്കൊരു വലിയ സപ്പോർട്ടാണ്. നിങ്ങൾ തരുന്ന ലൈക്കും സബ്സ്ക്രിപ്ഷനും മാത്രമല്ല, നിങ്ങളുടെ മനസ്സിൽ എനിക്ക് തരുന്ന സ്ഥാനം അതൊരു വലിയ ഈശ്വരാനുഗ്രഹമായി ഞാൻ കാണുന്നു. ഇതൊന്നും എൻ്റെയോ നിങ്ങളുടെയോ നമ്മുടെ ഒന്നും കഴിവല്ല, അതെല്ലാം ആ കോസ്മിക് എനർജി, പ്രപഞ്ചനാഥൻ, ഈശ്വരൻ നമുക്ക് തരുന്ന അനുഗ്രഹമാണ്. നമ്മളിന്ന് മകരക്കൂറിൻ്റെ ഇനി വരുന്ന ഒരു വർഷം വരെ മാറിയ, അതായത് ഇപ്പോൾ ഈ അടുത്ത സമയത്ത് 4 ഗ്രഹങ്ങൾ മാറി. അത് നമുക്കൊക്കെ ഈ യൂട്യൂബ് സെർച്ച് ചെയ്യുന്നവർക്കറിയാം. ശനി മാറി, വ്യാഴം മാറി, രാഹുകേതുക്കൾ മാറി. അപ്പോൾ ഈ 4 ഗ്രഹങ്ങൾ ഒരുമിച്ച് മാറുന്നത് ഈ വർഷമാണ്. സാധാരണ കുറേ ഗ്യാപ്പ് വരും. അപ്പോൾ ഈ 4 പേരുമാണ് നമ്മുടെ ജീവിതത്തിൽ ഏകദേശം ഒരു കാര്യങ്ങളിൽ തീരുമാനം എടുപ്പിക്കുന്നത്. അതായത് നമ്മൾ നല്ലത് ചെയ്യണോ, ജാഗ്രത പുലർത്തണോ, പുതിയ പദ്ധതികൾ വേണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ മാറ്റം മകരക്കൂറുകാരെ സംബന്ധിച്ച് എങ്ങനെ ഇരിക്കുമെന്നാണ് നമ്മൾ നോക്കുന്നത്. ഉത്രാടത്തിൻ്റെ മുക്കാൽ, അതായത് 2, 3, 4 പാദക്കാർ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യത്തെ 1, 2 പാദം, ഇത്രയാണ് മകരക്കൂറിൽ വരുന്നതെന്ന് സ്ഥിരം കാണുന്ന നമുക്കെല്ലാം അറിയാം. അതുകൊണ്ട് ഞാൻ ഒന്ന് റിമൈൻഡ് ചെയ്തതേ ഉള്ളൂ. നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഈ വർഷത്തെ ഈ മാറ്റം എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു മാറ്റം. അതായത് വ്യാഴം 6ലേക്കാണ് മാറിയത്. ഈ വ്യാഴത്തിന് അനിഷ്ട സ്ഥാനങ്ങളെന്ന് പറഞ്ഞാൽ 6, 8, 12 പൊതുവിൽ ഏത് ഗ്രഹങ്ങൾക്കും പൊതുവിൽ 6, 8, 12 പിന്നെ ശുഭഗ്രഹങ്ങൾക്ക് അത്ര നന്നല്ല. അപ്പോൾ വ്യാഴം 6ലേക്കാണ് മാറിയത്. 6 എന്ന് പറയുമ്പോൾ രോഗദുരിത സ്ഥാനമാണ്. അപ്പോൾ കുറച്ച് നമ്മൾ ദൈവാധീനം വർദ്ധിപ്പിക്കേണ്ട സമയമാണ്. എന്നാൽ നമുക്ക് മകരക്കൂറുകാരെ സംബന്ധിച്ച് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് ശനി നമുക്കൊന്ന് മാറി 3ലേക്ക് മാറി. അതായത് 3ലേക്ക് മാറിയെന്ന് പറഞ്ഞാൽ നമ്മുടെ 7ര ശനി മാറി. ഇനിയോ കേതു അഷ്ടമത്തിലാണ് മാറി, അതത്ര നല്ലതല്ല. പിന്നെയുള്ളത് സർപ്പൻ 2ലോട്ടാണ്. വലിയ ഗുണവും ദോഷവും ഇല്ലാത്ത അവസ്ഥയിൽ സർപ്പൻ ചില കാര്യങ്ങൾ നമ്മളെ സഹായിക്കും. വാക്കുകൊണ്ട് നമ്മുടെ പഠനം, ഭാഷ, അതുപോലെ തന്നെ വിദേശയോഗം, ഇതിനൊക്കെ ഗുണം ചെയ്യും. പക്ഷേ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട 2 പേരെന്ന് പറഞ്ഞാൽ 6ലേക്ക് മാറിയ രോഗദുരിതസ്ഥാനത്തേക്ക് മാറിയ വ്യാഴം ദൈവാധീനവും, പിന്നെ അഷ്ടമത്തിലേക്ക് മറഞ്ഞ കേതുവാണ്. അപ്പം ഇതിന് നമ്മൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചാൽ, നമ്മൾ അഷ്ടമത്തിൽ മറഞ്ഞ കേതുവിനെ പ്രീതിപ്പെടുത്തി ഗണപതി ഹോമം, അതുപോലെ തന്നെ നവാക്ഷരി മന്ത്രജപം, ദേവി മഹാത്മ്യപാരായണമൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ അപ്പോൾ ഇതിൽ പലർക്കും സംശയം വരാം, ഹിന്ദുക്കളല്ലാത്തവർ തീർച്ചയായിട്ടും എല്ലാവർക്കും പൊതുവിൽ എല്ലാവർക്കും പ്രാർത്ഥന എപ്പോഴും ഗുണം ചെയ്യും. ഇപ്പോൾ നമ്മുടെ യൂട്യൂബ് വഴിയൊക്കെ ധാരാളം മെഡിറ്റേഷൻ, പ്രാർത്ഥന, നമുക്ക് ആ കോസ്മിക് എനർജി, പോസിറ്റീവ് എനർജിയെ നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അത്തരം മെത്തേഡുകളിലേക്ക് നീങ്ങുക, നമ്മൾ പോസിറ്റീവായി ചിന്തിക്കുക, പ്രവർത്തിക്കുക, അത് തന്നെ ഏറ്റവും നല്ലതാണ്. നമ്മൾ എന്തിനാ ക്ഷേത്രത്തിൽ പോയി പിന്നെ ഒരു ഗണപതി ഹോമമൊക്കെ ചെയ്യുന്നത്? തടസ്സം നീങ്ങാൻ അവിടെ ഗണപതി ഹോമം ചെയ്യുമ്പോൾ അതിലൂടെ ഉണ്ടാകുന്നൊരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ പോസിറ്റീവ് എനർജി നമ്മളെ ചിന്തയിലും പ്രവൃത്തിയിലും ഉണ്ടാകുന്നത് ധാരാളമാണ്. നമ്മൾ പിന്നെ എല്ലാ മനുഷ്യരും ഈ പ്രപഞ്ചത്തിൻ്റെ കോസ്മിക് എനർജിയുടെ, യൂണിവേഴ്സൽ എനർജിയുടെ പാർട്ടാണ്. അപ്പോൾ നമ്മളെല്ലാവരും തുല്യരാണ്. പക്ഷേ നമ്മളത് അറിയുന്നില്ല. അപ്പോൾ നമുക്ക് നമ്മളിൽ തന്നെ പോസിറ്റീവ് എനർജി നിറച്ച് നമുക്കിതിനകത്തുനിന്ന് നമ്മുടെ നെഗറ്റീവ് കാര്യങ്ങൾ മാറ്റാനും നമ്മുടെ മനസ്സിനെയും ബുദ്ധിയെയും അതായത് നേർവഴിക്ക് നയിച്ച് പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ നമുക്ക് പോസിറ്റീവ് തന്നെ വരും. ലോ ഓഫ് അട്രാക്ഷൻ തിയറി ഇപ്പോൾ ഈ പുതിയ യുഗത്തിൽ എല്ലാവർക്കും അറിയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ദ സീക്രട്ട് എന്നുള്ള ബുക്കൊക്കെ വളരെ ഫേമസ് ആയതിനു ശേഷം, ഹൗ ടു കൺട്രോൾ യുവർ സബ് കോൺഷ്യസ് ഒക്കെ വന്നതിന് ശേഷം ജോസഫ് മർഫിയുടെ എല്ലാവർക്കും അറിയാം. ഈ പ്രപഞ്ചത്തിലെ എല്ലാ പോസിറ്റീവ് കാര്യങ്ങളും നമ്മളെല്ലാം ചെയ്യുന്നത് പോസിറ്റീവ് എനർജിക്ക് വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെ നമ്മൾ പോസിറ്റീവ് എനർജിയിലേക്ക് പോയാൽ മതി.
അതേസമയം നമ്മൾ അനുഗ്രഹിച്ചുകൊണ്ട് 3-ൽ സഹായ സ്ഥാനത്താണ് ശനി വന്നത്. അതൊരു അനുഗ്രഹമാണ്. നമുക്ക് കർമ്മത്തിൽ ഒരുപാട് മാറ്റം വരും. കർമ്മം മീൻസ് നമ്മൾ ചെയ്യുന്ന ജോലി, അല്ലെങ്കിൽ നമ്മുടെ സർവീസ്, സോഷ്യൽ സാമൂഹ്യ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ കലാപ്രവർത്തനങ്ങൾ, നമ്മുടെ ബിസിനസ്, ഇതെല്ലാം കർമ്മമാണ്. ഈ കർമ്മത്തിലെല്ലാം നമുക്കൊരു സപ്പോർട്ട്, കാരണം കർമ്മകാരകനായ അദ്ദേഹം 3-ൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പം പുതിയ നമ്മളെ സഹായിക്കാൻ ചില വ്യക്തികളോ പ്രസ്ഥാനങ്ങളോ മുന്നോട്ട് വരും. അപ്രതീക്ഷിതമായി ചില ബിസിനസ്സിലാണെങ്കിൽ പാർട്ട്നേഴ്സിനെ കിട്ടും, ധാരാളം പുതിയ സുഹൃത്തുക്കളെ കിട്ടും. അതിലൂടെ നമുക്ക് ജീവിതത്തിൽ പുതിയ ഐഡിയാസും പുതിയ സപ്പോർട്ടും വരും. ഇങ്ങനെ ജീവിതത്തിൽ മൊത്തത്തിലൊരു മാറ്റം വരുന്ന കാലമാണ് മകരക്കൂറുകാരെ സംബന്ധിച്ചുള്ളത്. എങ്കിലും ഒരു കാര്യങ്ങൾ അശ്രദ്ധ പാടില്ല. അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തീരുമാനങ്ങൾ വളരെ സൂക്ഷിച്ചെടുക്കേണ്ട സമയമാണെന്ന് അർത്ഥം. അത് നമ്മളെടുക്കുന്ന തീരുമാനം, ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുത്ത് എന്ത് കാര്യവും ചെയ്യാവൂ. നമ്മൾ ഒറ്റയ്ക്ക് ഒരു കാര്യം തീരുമാനം എടുക്കരുത്. അതേസമയം നമുക്ക് ഈ 6-ൽ വ്യാഴം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ധനപരമായ കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ, അതായത് യാത്രയിലായിരുന്നാലും ധനകാര്യങ്ങളിൽ പ്രവർത്തിക്കുന്നവർ, ബാങ്കിങ് മേഖല, പണം കൈകാര്യം ചെയ്യേണ്ട മേഖലകളിൽ, അല്ലെങ്കിൽ പിന്നെ ബിസിനസ്സുകളിൽ പണം കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ, ഇവരെല്ലാം ശ്രദ്ധിക്കണം. കാരണം നമ്മൾ പോലും എങ്ങനെ പോയെന്ന് അറിയാത്ത രീതിയിൽ ധനനഷ്ടം അല്ലെങ്കിൽ ധനം അപ്രത്യക്ഷമാകുന്ന അവസ്ഥകൾ വരാം. ചില ആൾക്കാർ ഇതുപോലെ യാദൃശ്ചികമായിട്ട് എന്നെ വിളിച്ച് അല്ലെങ്കിൽ എന്നെ കാണാൻ വരുന്നവർ പറയാറുണ്ട്, സാറേ എവിടെ പോയെന്ന് അറിഞ്ഞുകൂടാ, ഞാൻ വളരെ ശ്രദ്ധിച്ച് നോക്കി കണ്ട് എല്ലാം എണ്ണി റെഡിയാക്കിയതാണ്, പക്ഷേ എവിടെ പോയെന്ന് അറിഞ്ഞുകൂടാ. പിന്നെ ചില സമയത്ത് നമ്മൾ ചില ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ അതിനകത്തൊക്കെ വലിയ പ്രശ്നം വരും. ഈ 6-ൽ വ്യാഴമൊക്കെ നിൽക്കുമ്പോഴാണ് സാമ്പത്തിക ഫ്രോഡുകൾ നമ്മളെ പറ്റിച്ചുകൊണ്ട് പോണത്. അത് പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്, ഈ അടുത്ത കാലങ്ങളിൽ ധാരാളമായി ഈ പിന്നെ വടക്കൻ ജില്ലകളിൽ നിന്ന്, പ്രത്യേകിച്ച് മലബാർ, മലപ്പുറം, അതുപോലെ തന്നെ വയനാട് ജില്ലകളിൽ നിന്ന് നിധി കിട്ടി എന്ന് പറഞ്ഞ് ഒരുപാട് ജ്യോതിഷന്മാർക്കും അതുപോലെ തന്നെ പൂജാരിമാർക്കൊക്കെ വിളി വരുന്നുണ്ട്. ഞങ്ങളൊരു പാവപ്പെട്ടവരാണ്, ഞങ്ങൾക്ക് കിട്ടി, ഞങ്ങൾ എന്ത് ചെയ്യണം, നമ്മളെ സഹായിക്കുമോ, ഇങ്ങനെ ചോദിച്ച് ട്രാപ്പിലാക്കുന്ന ഒരു വലിയ ഗ്രൂപ്പ് വന്നിട്ടുള്ളതായിട്ടൊരു അറിവുണ്ട്. എനിക്കും ഇതിനിടയ്ക്ക് 2-3 പേര് വിളിച്ചിരുന്നു. ഒരാൾ തിരൂരിൽ നിന്ന്, ഒരാൾ അങ്ങാടിപ്പുറത്തിനടുത്തുനിന്ന്, ഒരാൾ ഊട്ടിക്കടുത്തുനിന്ന്. അതായത് നമ്മളെ യൂട്യൂബിലൊക്കെ കണ്ടിട്ട് നമ്മളെ നമ്പർ കണ്ടിട്ട് വിളിക്കുന്നതാണ്. നമ്മുടെ ഒരാൾ, ഞാൻ പെയിൻറ്റിങ് പണിയാണ്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ കൂലിപ്പണി എടുക്കുന്ന ആളാണ്, എൻ്റെ ഒരു ബന്ധപ്പെട്ട ഒരു സുഹൃത്തിന് അല്ലെങ്കിൽ ഒരു ഇക്കയ്ക്ക് ഒരു ഭൂമിയിൽ കുഴിച്ചപ്പോൾ ഒരു സാധനം കിട്ടി, അത് പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ, ഞങ്ങൾ പാവങ്ങളായതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒന്ന് സഹായിക്കുമോ. ഒരിക്കലും ഇത്തരത്തിലുള്ള ചതികൾ വരാവുന്നൊരു കാലമാണ് ഈ വ്യാഴം 6-ൽ നിൽക്കുമ്പോൾ. അപ്പോൾ നമ്മൾ ഇത്തരം ഫോൺ കോൾ കേട്ടുകൊണ്ട് ഓടിപ്പോയി അതിനകത്ത് ചാടരുത്. ചില വലിയ ഫണ്ട് വരും, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യും, നിങ്ങൾ അതിനകത്തേക്ക് കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞ് നമ്മളെ സമീപിക്കുന്നവർ കാണും. ഇതൊക്കെ നമ്മളെ ധനപരമായ ചതിക്കുഴികളിൽപ്പെടുത്താവുന്ന ചില മാർഗ്ഗങ്ങളാണ്. ഇതിലേക്കൊക്കെ അട്രാക്റ്റ് ചെയ്യുന്നൊരു കാലമാണ് മകരക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു പീരീഡ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മകരക്കൂറുകാർക്ക് വിവാഹാലോചനകളും അതുപോലെ തന്നെ പുതിയ പഠനത്തിനൊക്കെ ശ്രമിക്കുന്നവർക്ക് അത് നടക്കുന്ന കാലമാണ്. പക്ഷേ അവിടെയും അതുമായി ബന്ധപ്പെട്ട ചില അബദ്ധങ്ങളും വരാൻ സാധ്യതയുണ്ട്. അതായത് ഇപ്പോൾ വിവാഹം ആലോചന വരുന്നു, വീട്ടുകാർ നോക്കി വേണോ വേണ്ടേ എന്നുള്ളൊരവസ്ഥയിൽ നിൽക്കുമ്പോഴായിരിക്കും ഈ പെൺകുട്ടിയും പയ്യന്മാർ വളരെ ഇഷ്ടത്തിലേക്ക് പോകുന്നു. അപ്പോൾ നമുക്ക് യോജിച്ചതല്ലെങ്കിൽ പോലും ആ പെൺകുട്ടിക്ക് അത് മതിയെന്നുള്ളൊരു ഇത് വരുന്നു. പിന്നെ രക്ഷിതാക്കൾക്ക് തലവേദനയാകുന്നു. ചിലത് വിവാഹം ഇങ്ങനെ തീരുമാനിച്ച് വന്നിട്ട് അതിൽ നിന്ന് തെറ്റിപ്പോകുന്നു, അല്ലെങ്കിൽ പിന്നീട് വേണ്ടാന്ന് വയ്ക്കുന്നു. ഇങ്ങനെയൊക്കെ വരാവുന്നൊരു കാലഘട്ടമാണ്. എന്നാൽ വിവാഹം നടക്കുകയും ചെയ്യും, ഒരുപാട് നല്ല വിവാഹം നടക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് പല കാര്യങ്ങളിലും തീരുമാനം, ഞാൻ പറഞ്ഞാണ് ശ്രദ്ധിക്കേണ്ടത്, തീരുമാന വൈകല്യം വരാവുന്നൊരു കാലം, അതിൽ ശ്രദ്ധ പുലർത്തണം. പിന്നെ മകരക്കൂറുകാരെ സംബന്ധിച്ച് സാമ്പത്തികമായിട്ട് ഈ നമ്മൾ എന്താ പറയുക, നിയമവിരുദ്ധമായ വഴികളിലൂടെ ധനം
നിങ്ങളെ തേടി വരും. അതായത് ഇപ്പോൾ നമ്മൾ സർക്കാർ ജോലിയിലോ അല്ലെങ്കിൽ കുറച്ച് സാമൂഹ്യ പ്രവർത്തനമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ പത്രത്തിലൊക്കെ വായിക്കുകയും അതുപോലെ തന്നെ വാർത്തകളിലൊക്കെ കേൾക്കുന്ന ഒരു വാക്കുണ്ടല്ലോ, അതായത് അഴിമതി വഴിയിൽ നമുക്ക് ധനമോ ഐശ്വര്യമൊക്കെ വരാവുന്നൊരു സമയമാണ്. അത് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. അത് പിൽക്കാലത്ത് ദോഷം ചെയ്യുമെന്നുള്ളൊരു ബോധത്തോടു കൂടി അതിലിടപെടാവൂ. കാരണം ഈ വ്യാഴത്തിൻ്റെ 6 വരുമ്പോഴാണ് ഇത്തരം ചതി വഞ്ചനയൊക്കെ നമ്മളിലേക്ക് തേടി വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കുടുംബ ബാധ്യതകൾ ചിലപ്പോൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ കഴിയുന്നത്ര കടം വാങ്ങാതെ നമ്മൾ ജീവിതം കൊണ്ടുപോകാൻ നോക്കണം. കാരണം കടം വാങ്ങി വീട് വയ്ക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കരുത്. ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ്. എന്നാൽ നിങ്ങൾക്ക് പുതിയ കുറേ സൗഹൃദങ്ങൾ വരും. അതുപോലെ തന്നെ പുതിയ ആ സൗഹൃദങ്ങൾ ഗുണം ചെയ്യും. പുതിയ യാത്രകൾ വേണ്ടി വരും. പുതിയ ജീവിതത്തിലെ പദ്ധതികൾ നിങ്ങളെ തേടി വരും. ഇതൊക്കെ ശ്രദ്ധിച്ചും ഒറ്റ കാര്യമേ ഉള്ളൂ, ഈ ഒരു വർഷം നമുക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. പല ഗുണങ്ങളും വരികയും അതിലൂടെ ദോഷവും വരാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും നമ്മളെ ബുദ്ധിയും മനസ്സും ജാഗ്രമായിരിക്കണം. നമുക്ക് ഏത് കാര്യങ്ങൾ ഇടപഴകുമ്പോഴും ആത്മാർത്ഥമായി വിശ്വസിക്കാവുന്ന അല്ലെങ്കിൽ നമ്മളെ അഡ്വൈസ് തരേണ്ട ആൾക്കാരുമായിട്ടോ ആത്മാർത്ഥ സുഹൃത്തുക്കളുടെത്തോ അല്ലെങ്കിൽ ബന്ധുക്കളുടെത്തൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് എന്ത് കാര്യത്തിലും ഇറങ്ങിത്തിരിക്കാവുന്നർത്ഥം. ആരോഗ്യപരമായ കാര്യങ്ങൾ വളരെ ശ്രദ്ധ വേണം. ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മൾ ശ്രദ്ധ പുലർത്തണം. അപകടങ്ങളിൽ നിന്ന് നിങ്ങൾ അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുന്ന സമയമാണ്. വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധ വേണം. അതുപോലെ തന്നെ നമ്മൾ ഉയരങ്ങളിൽ കയറുക, സാഹസികമായ കാര്യങ്ങൾ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ഒഴിവായി നിൽക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ആദ്യം പറഞ്ഞ പോലെ ജപം, ധ്യാനം, ഈശ്വരാധീനം വർദ്ധിപ്പിക്കുന്നതിന് ഒരു കുറവും വരുത്തരുത്. പൊതുവിൽ പറഞ്ഞാൽ നിങ്ങൾ ബുദ്ധിയും യുക്തിയും ഉപയോഗിച്ചാൽ ഗുണകരമായി മാറ്റിയെടുക്കാവുന്ന ഒരുപാട് പോസിറ്റീവാവുന്ന 7ാം ശനി മാറി ശനി നിങ്ങളെ സഹായിക്കുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് ശനിയെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൊണ്ട് എടുത്തു പറഞ്ഞിട്ട് ഞാൻ ഇത് അവസാനിപ്പിക്കാം. അതായത് കുക്ക്ഡ് ഫുഡുമായിട്ട്, അതായത് ഈ വേവിച്ച ആഹാരമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരുന്നവർക്കെല്ലാം ഒരു നല്ല മാറ്റവും ധനവും ഐശ്വര്യവും വരുന്ന സമയമാണ്. അതുപോലെ കോൺട്രാക്റ്റ് വർക്കുകൾ മാറ്റം വരും. റിയൽ എസ്റ്റേറ്റിൽ ഇടപെട്ടവർക്കൊക്കെ ഒരു ഗുണകരമായ മാറ്റം വരുന്ന സമയമാണ്. എന്തായാലും നിങ്ങൾക്ക് മൊത്തത്തിൽ ഭൂമി ഇടപാടിനൊക്കെ പറ്റിയ സമയമാണ്. മൊത്തത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല കാലമാണ്. വളരെ ശ്രദ്ധിച്ച് ഇതൊക്കെ പറയുമ്പോഴും നിങ്ങളുടെ ജാതകപ്രകാരം കൂടി അതൊന്ന് പരിഗണിക്കേണ്ടതുണ്ട്. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങണം. തീർച്ചയായിട്ടും നിങ്ങൾക്കെല്ലാം നല്ലതേ വരൂ. ഈ വീഡിയോയുടെ താഴെ എൻ്റെ വാട്സാപ്പ് നമ്പറുണ്ട്. നിങ്ങൾക്ക് കൺസൾട്ടിങ്ങിനായിരുന്നാലും എൻ്റെ ഒപ്പീനിയൻസിന് വേണ്ടിയിട്ട് വാട്സാപ്പിൽ മെസ്സേജ് ഇടാം. കോൾ ഞാനധികം അറ്റൻഡ് ചെയ്യാറില്ല. നിലവിൽ ഞാൻ കുറച്ച് നിങ്ങളുടെയൊക്കെ അനുഗ്രഹം കൊണ്ട്, നിങ്ങൾ തരുന്ന സബ്സ്ക്രിപ്ഷൻ ലൈക്കും കൊണ്ട് എനിക്ക് ധാരാളം പിന്നെ നിങ്ങളുടെയൊക്കെ ഈശ്വരാനുഗ്രഹം കൊണ്ടുള്ള ഈശ്വരൻ നിങ്ങളിലൂടെ എന്നെ അനുഗ്രഹിക്കുന്നതുകൊണ്ട് എനിക്കിപ്പോൾ നല്ലവണ്ണം കൺസൾട്ടിങ്ങും നിലവിൽ അപ്പോയിൻമെൻറ്റ് ധാരാളം ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് തരുന്ന സപ്പോർട്ട് എന്നും ക്ഷമയോടെ സ്നേഹത്തോടെ എന്നോടൊപ്പം നിങ്ങളെല്ലാം ഉണ്ടാവണം. നമ്മളെല്ലാം ഈശ്വരൻ്റെ കൈകളിലെ കളിപ്പാവകളാണെന്നുള്ള ബോധത്തോടുകൂടി ഹരേ കൃഷ്ണ എല്ലാവർക്കും നല്ലത് തരട്ടെ. ഹരേ കൃഷ്ണ.